Ladies and gentlemen, this is Adarsh and welcome to my comedy Heartbeat Season 3. ഹാർട്ട് മൂന്നാമത്തെ സീസൺ ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു വൺ ഫാൻ ബേസ് ഉള്ള സീരീസ് ആണ്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല വെച്ചതിന്റെ സീസൺ 1 ഇരുന്ന് കാണാം, 2 ഇരുന്ന് കാണാം, എന്നിട്ട് 3 ഇരുന്ന് കാണാം. ഇന്ത്യയില് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സീരീസിനും ഇത്ര ഫാൻസ് ഉണ്ടാവുന്നു. അത്രയും പൈത്യങ്ങളാണ് ഇതിന്റെ ഫാൻസ്. അതിൽ ഒരാളാണ് നോമു. ഐ വാസ് വെരി എക്സൈറ്റഡ് കാരണം 3rd സീസൺ വരികയാണ്. ആൻഡ് ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് സെക്കൻഡ് സീസണിന്റെ ക്ലൈമാക്സ് പോർഷൻ ഒക്കെ തുടങ്ങി. ഇപ്പൊ വരെ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മറ്റേ സീരീസ് തുടങ്ങി രവി ഡോക്ടറിന്റെ ഇൻട്രോ. ഹാർട്ട് ബീറ്റിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ രവി ഡോക്ടറാണ്. സീസൺ 2 അങ്ങേര് ഉണ്ടായിരുന്നില്ല. സീസൺ 3 ഹീസ് ബാക്ക്. ഒയ്യോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എവിടുത്തെ ഹാർട്ട് ബീറ്റ്, ഇത് എന്തോട്ട് ഹാർട്ട് ബീറ്റ്, ഇത് ആരുടെ ഹാർട്ട് ബീറ്റ്? എനിക്കറിയാവുന്ന ഹാർട്ട് ബീറ്റ് ഇങ്ങനെയൊന്നും അല്ല. സീസൺ 1ഉം 2 ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. അയ്യേ, ഹാർട്ട് ബീറ്റ് സീരീസിന് ഇത്രയും ഫാൻസ് ഉണ്ടാവാനുള്ള കാരണം ഇത് മറ്റേ പീക്ക് ലെവൽ റൈറ്റിംഗ് ആയതുകൊണ്ടൊന്നല്ല, ഇതിലത്തെ ക്യാരക്ടേഴ്സിന്റെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലരും ഈ ക്യാരക്ടേഴ്സിനെ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവരൊന്നും ഇല്ല. തേജു ഇല്ല, നവീൻ ഇല്ല, ഗുണ ഇല്ല, അനിത ഡോക്ടർ ഇല്ല. ഇത് എന്തോട്ട് ഹാർട്ട് ബീറ്റ്? ഇത് ഹാർട്ട് ബീറ്റ് ഒന്നല്ല, ഇത് കിഡ്നി ഫെയിലിയർ. ഹാർട്ട് ബീറ്റ് അല്ല, കിഡ്നി ഫെയിലിയർ. എന്നാ ഞാൻ വിചാരിച്ചു പിന്നെ കഴിഞ്ഞ സീസണിന്റെ ഇന്റേൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ, മറ്റേ നിലോഫർ, മറ്റേ കമലക്കണ്ണൻ, വേറൊരു ചങ്ങായി കിരൺ, ഇന്റേൺസിനെ വരെ മാറ്റി. ഇതിലും ഭേദം RK ഹോസ്പിറ്റലില് ഭൂകമ്പം ഉണ്ടായി, ഡോക്ടർമാരൊക്കെ ചത്തു പറയുന്നതായിരുന്നു. എന്നിട്ട് പുതിയ ഹോസ്പിറ്റലിൽ കെട്ടി പുതിയ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്തു പറയുന്നതായിരിക്കും ഇതിലും നല്ലത്. അവര് ജസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നില്ല, അവരായിരുന്നു ഹാർട്ട് ബീറ്റിന്റെ ബാക്ക് ബോൺ, പില്ലേഴ്സ്. അവരെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് ഇത് ഏതൊക്കെ വേട്ടാവളിയന്മാരെ കൊണ്ടുവന്ന്, ഞാൻ ലിറ്ററലി അങ്ങനെ തന്നെ പറയും, കാണിക്കുന്നത് വേട്ടാവളിത്തരമാണ്. പിന്നെ എന്താ പറയണ്ട്? അയ്യോ വെറുപ്പിക്കുന്ന സീരീസ് നൈസാണ്. ഞാൻ ആദ്യത്തെ 4 എപ്പിസോഡ് അത്യാവശ്യം മോശമൊന്നുമില്ല, നൈസ് ആണ്. പക്ഷെ കുറെ പുതിയ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അൺസഹിക്കബിൾ പെർഫോമൻസ്. ഒരു ഡോക്ടർ തോക്ക് പിടിക്കുന്ന ഡോക്ടർ, ഇതെന്താ മറ്റേ അഭിനവ് ബിന്ദരയോ? വേറൊരു ഡോക്ടർ ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ആയിട്ട് ഒരു ചങ്ങായി വരുന്നത്. മറ്റേ പുളിയുറുമ്പ് ഷടി കയറിയ പോലെ ആ ചെറുക്കന്റെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ വെറുപ്പിക്കലാണ്. സീരിയസ്ലി ഇത് ഹാർട്ട് ബീറ്റ് ഒന്നുമല്ല. ഹാർട്ട് ബീറ്റിനൊന്നും ഇത്ര ലോ ലെവൽ ആവാൻ പറ്റില്ല. വി മിസ് ദാറ്റ് ഓൾഡ് ടീം. നമുക്ക് അവരെയാണ് വേണ്ടത്, അല്ലാതെ ഇവരല്ല വേണ്ടത്. ഇനി ഇവരായിട്ടൊക്കെ ഒന്ന് സിങ്ക് ആയിട്ട് വരണം. പക്ഷെ 10, 75, 80 എപ്പിസോഡാവും. രതി മാം, ചീഫ് ഡോക്ടർ. രതി മാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചീഫ് ഡോക്ടർ എന്നാ പറയുക. അയമിപ്പോ ഗൈനക്കോളജിസ്റ്റാ, അങ്ങനെ എന്തോ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഗ്യാസ് പോയ സോഡ പോലെ ഇരിക്കുന്നുണ്ട്. അതൊന്നും അൺഅക്സെപ്റ്റബിൾ ആണ്. അയ്യേ, അർജുന്റെ അല്ല, രവി ഡോക്ടർ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞു. രവി ഡോക്ടർ ക്യാമിയോ ആണ് എന്നൊക്കെ പറയുന്നു. എടേ, ഇജാതി വേട്ടാവളിയന്മാരെ നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യാം. ആ രവി ഡോക്ടറെ നിങ്ങൾക്ക് മറ്റേ ആ ചെറുക്കനെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ക്യാമിയോ അത്ര പെരിയ റോളക്സ്. രവി ഡോക്ടറിന്റെ ഇൻട്രോ ഫസ്റ്റ് എപ്പിസോഡ് നൈസ് ആയിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു ഈ ഇറങ്ങിയ 4 എപ്പിസോഡിലെ ഏറ്റവും ബെസ്റ്റ്. അതിന്റെ റീസൺ രവി ഡോക്ടറുടെ പെർഫോമൻസ്, ആ ചങ്ങായിയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. ദാറ്റ് വാസ് നൈസ്. അർജുന്റെ ഇൻട്രോ നൈസ് ആയിരുന്നു. പിന്നെ വന്നു പൊന്നിൻ കതിര്, നെൽക്കതിര് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചങ്ങായിമാര്. ആ ചെറുക്കനൊക്കെ എഞ്ചാതി വെറുപ്പിക്കലായിരുന്നു അറിയോ. ഒലിപ്പിക്കാൻ എനിക്ക് ഒരു പരിധി ഉണ്ട്. യക്കെന്നാണ് കണ്ടപ്പോ പറയാൻ തോന്നിയത്. ആൻഡ് എനിക്ക് ഹാർട്ട് ബീറ്റ് പറയുമ്പോൾ റീന അല്ല, ഡെഫിനറ്റ്ലി അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ തേജുവിന്റെ ആയിരുന്നു. തേജു ആണ് ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണൊക്കെ പലപ്പോഴും റീനയുടെ കോമാളിത്തരങ്ങളായിട്ട് താഴ്ന്നു പോകുമ്പോൾ ഷോൾഡർ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. കിട്ടു ക്യാരക്ടർ ആയിരുന്നു. ആ കൊച്ചും ഇല്ല. റോക്കി ഉണ്ട്, എന്തിനാണോ കണ്ണ് തട്ടാതിരിക്കാനോ. മറ്റേ റീന വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്ന വീട്ടിൽ ആ ചങ്ങായിയെ കൊണ്ടുവന്നിട്ട് വീണ്ടും വളരെ നല്ല കാര്യം. ഞാൻ വിചാരിച്ചു അങ്ങേരെ പെണ്ടാട്ടിയെ തട്ടിക്കളഞ്ഞ പോലെ അങ്ങേരും തട്ടിപ്പോയി പറയുന്നു. അത് ചെയ്യാതിരുന്നതിന് നന്ദി, വളരെ നന്ദി. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് വേസ്റ്റ്. ഇത് വേസ്റ്റ് ആണ്, ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. മേ ബി പോകെ റെഡി ആവുമായിരിക്കും, അത്ര എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവസാനം
ഒരു ഉണ്ടംപരിയും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. സീരീസ് തുടങ്ങുന്ന RK ഹോസ്പിറ്റലിലെ CEO മാനസ പോയി അവിടെ തന്നെ സകല ഇംപ്രഷനും പോയി. പിന്നെ ഈ രവി ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, അർജുൻ ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കാൻ പോയി, അത് നന്നായി. ആൾ ലുക്കൊക്കെ പെട്ടേണ്ടായിരുന്നു. ഈസ് ലുക്കിംഗ് ടു ഗുഡ്, അത് നൈസായിരുന്നു. പിന്നെ റീനെ, കതിര്, നെൽക്കതിര്, മറ്റേ ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം വരുന്നുണ്ട്. തോക്കൊക്കെ പിടിച്ചിട്ട് ഓരോ ഡോക്ടർമാര് ഇതൊക്കെ കണ്ടപ്പോ ചിരിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ മറ്റേ തേർഡ് റേറ്റ് സീരിയലിലൊക്കെ വരുന്ന സീന് പോലെ. എന്നാ അറ്റ്ലീസ്റ്റ് അറിയണ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഫിഗേഴ്സിനെ കാസ്റ്റ് ചെയ്യുക. ഗായത്രി ശങ്കറിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഐശ്വര്യ റായിനെ കാസ്റ്റ് ചെയ്തു പറഞ്ഞാലും കാര്യമില്ല. ഇവരെയൊക്കെ മാറ്റിയിട്ട് ഗായത്രി ശങ്കറിനെ കൊണ്ടുവന്നു, ഇവൻ ഐശ്വര്യ റായിനെ കൊണ്ടുവന്നു, രശ്മിക മന്ദാനെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരായിരുന്നു ഈ ഡോക്ടർമാർ, സീനിയർ ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരായിരുന്നു ഈ സീരീസിന്റെ ബാക്ക് ബോൺ. അവരെ മാറ്റിയിട്ടുള്ള പരിപാടിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് വേറെ സിനിമയുടെ ഭാഗമായിരിക്കും, അവർക്ക് ഡേറ്റ് ഉണ്ടാവില്ല. ആരും കൈയും കാലൊന്നും പിടിച്ചിട്ട് ഈ സാധനം എത്രയും പെട്ടെന്ന് ഇറക്കി വിടാൻ, അല്ലെങ്കിൽ പുതിയൊരു സാധനം ഇറക്കി വിടാം. ഇത് ഇറക്കി വിടുമ്പോ ഹാർട്ട് ബീറ്റ് പറയുന്ന സാധനം ഫേമസ് ആയത് തന്നെ ഈ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. ക്യാരക്ടേഴ്സ് കാരണമാണ്. അവരില്ലാത്ത സീരീസ് ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോകെ ചിലപ്പോ ശരിയാവുമായിരിക്കും, ഐ ഡോണ്ട് നോ, ബട്ട് ലെറ്റ്സ് സീ.